രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യം പ്രശ്നോത്തരി മത്സരം. പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ സ്കൂളുകളെ സ്വാഗതം ചെയ്യാം. ടീം എ അമൃത വിദ്യാലയം ഇടപ്പള്ളി, ടീം ബി ഭാരതീയ വിദ്യാഭവൻ പെരുന്തുരുത്തി കോഴിക്കോട്, പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് സുധാമയി, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് നിവേദിത, ഞാൻ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് നവനീത്, ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പേര് പറഞ്ഞോളൂ. ദേവദത്തൻ 10th. ഓക്കെ, അപ്പൊ റെഡിയല്ലേ? ആദ്യ ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: മഹാവിഷ്ണുവുമായുള്ള യുദ്ധത്തിൽ മാലി സഹോദരന്മാരിൽ ഒരാൾ കൊല്ലപ്പെടുന്നു. അത് ആരാണ്? എ മാല്യവാൻ, ബി സുമാലി, സി മാലി, ഡി വസുമാലി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി മാലി. സി മാലി ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ചോദ്യം ഇതാണ്: മയൻ തന്റെ പുത്രിയായ മണ്ഡോദരിയെ രാവണനായി കന്യാദാനം നടത്തിക്കൊടുത്ത സന്ദർഭത്തിൽ വിശിഷ്ടമായ ഒരായുധവും നൽകുന്നു. ഏതാണ് ആ ആയുധം? എ വിശിഷ്ടമായ ഒരു വേൽ, ബി അതിവിശിഷ്ടമായ വില്ല്, സി മൃത്യുകാരകമായ അസ്ത്രം, ഡി ബലിഷ്ഠമായ മുസലം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ വിശിഷ്ടമായ ഒരു വേൽ. ഓപ്ഷൻ എ വിശിഷ്ടമായ ഒരു വേൽ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. വിദർഭാധിപനായ ശ്വേത മഹാരാജാവ് മരണാനന്തരം സ്വന്തം ശരീരം തന്നെ ഭക്ഷിക്കാൻ വിധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എ ശരീരാർപ്പണമില്ലാതെ തപസ്സു ചെയ്തതിനാൽ, ബി മാംസം ഭക്ഷിച്ചതിനാൽ, സി മനുഷ്യരെ വധിച്ചതിനാൽ, ഡി മനുഷ്യത്വം നശിച്ചതിനാൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ ശരീരാർപ്പണമില്ലാതെ തപസ് ചെയ്തതിനാൽ. എ ശരീരാർപ്പണമില്ലാതെ തപസ്സു ചെയ്തതിനാൽ ഞാൻ ലോക്ക് ചെയ്തു. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. വിന്ധ്യഗിരിക്കും ശൈവല പർവ്വതത്തിനും മധ്യത്തായി ദണ്ഡൻ ഭരിച്ച ദേശത്തിന്റെ പേര്? എ പാടലിപുത്രം, ബി മധുര, സി ജംബുദ്വീപം, ഡി മധുമന്തം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുത്തശ്ശിയെ വിളിക്കാം. നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം. ഹലോ 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 ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം. സ്വാഗതം. പറയൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അവര് ഉത്തരം അറിയില്ല. അവൻ ചോദിക്കൂട്ടോ ചോദ്യം. മോ ചോദിച്ചോളൂ. വിന്ധ്യഗിരിക്കും ശൈലപർവ്വതത്തിനും മധ്യത്തായി ദണ്ഡൻ ഭരിച്ച ദേശത്തിന്റെ പേര്? ഓപ്ഷൻ എ പാടലിപുത്രം, ഓപ്ഷൻ ബി മധുര, ഓപ്ഷൻ സി ജംബുദ്വീപം, ഓപ്ഷൻ ഡി മധുമന്തം. മധുമന്തം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ എന്നറിയില്ല. ഞാൻ ലോക്ക് ചെയ്യട്ടെ മോനു? ഡി മധുമന്തം ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ്. മുത്തശ്ശി പോയോ? ഹലോ. ഇല്ല ഇല്ല. മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ് കേട്ടോ. താങ്ക് യു. താങ്ക് യു. മുത്തശ്ശി കാരണം നിങ്ങൾക്ക് 2 മാർക്ക്. ടീം എ നേടിയിരിക്കുന്നത് 4 മാർക്ക്, ടീം ബി നേടിയിരിക്കുന്നതും 4 മാർക്ക്. ഇതോടെ ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. നമ്മോടൊപ്പം ഉള്ളത് ടീം എ അമൃത വിദ്യാലയം ഇടപ്പള്ളി എറണാകുളം, ടീം ബി ഭാരതീയ വിദ്യാഭവൻ പെരുന്തുരുത്തി കോഴിക്കോട്. പേര് പറയുന്നു. എൻ്റെ പേര് നന്ദന, ഞാൻ 11th സ്റ്റാൻഡേർഡ്. നന്ദന ഫസ്റ്റ് ടൈം ആണ്? അതെ അല്ലേ? എൻ്റെ പേര് നിവേദിത, ഞാൻ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പറയുമോളൂ. എൻ്റെ പേര് അദിതി, ഞാൻ 8th പഠിക്കുന്നു.
എൻ്റെ പേര് യുക്ത, ഞാൻ 8th പഠിക്കുന്നു. റെഡിയല്ലേ മോളു? താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. സേനാവിനാശവും ശത്രുവിജയവും മാനസേ ചിന്തിച്ചു കൽപ്പിച്ചു കാലനും ഞാനിവനെ ജയിച്ചിടുവൻ അഭിമാനമോടുഴ്വി സമാനമാം തേരതിൽ സത്വരമേറി നടന്നാനതു കണ്ടു മൃത്യുവുമന്തകൻ മുൻപേ നടകൊണ്ടാൻ മിന്നൽ പോലെ വിളങ്ങുന്ന പാശങ്ങളും തന്നരികെ ചേർത്തു മുഗ്ധരാഗ്രത്തിങ്കൽ താനൊരു മൂർത്തിയായി കാലദണ്ഡും ധരിച്ചൂനമൊഴിഞ്ഞന്തകാഗ്രേ നടകൊണ്ടാൻ. വിശദീകരിച്ചോളൂ. സൂര്യപുത്രായ വിദ്മഹേ മഹാകാലായ ധീമഹേ തന്നോ യമപ്രചോദയാത്. ഈ ശ്ലോകം ഇവിടെ പറയാൻ കാരണം ഈ വരികളിൽ തിളങ്ങി നിൽക്കുന്നത് യമരാജാവായതുകൊണ്ടാണ്. വരദാന ലബ്ധിക്ക് ശേഷം മഹാ അഹങ്കാരിയായി മാറിയ രാവണൻ എല്ലാ ലോകങ്ങളെയും തൻ്റെ കാൽക്കീഴിൽ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം യമപുരിയിലേക്കും പോവുകയാണ്. അവിടെ ചെന്ന് പാശുപതാസ്ത്രം കൊണ്ട് കാലൻ്റെ സേനയുടെ ഭൂരിഭാഗം പേരും മരിക്കുന്നു. ഇത് കാണുന്ന കാലൻ നേരിട്ട് തന്നെ പോർക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഈ വരികളിൽ. സേനയുടെ നാശവും ശത്രുവിൻ്റെ ജയവും ഏകദേശം മനസ്സിൽ ഉറപ്പിച്ചു തന്നെയാണ് കാലൻ പോർക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ ഇവനെ എന്തു തന്നെയായാലും ജയിച്ചിടും എന്ന അഭിമാന ബോധത്തോടെ ഒരു വലിയ തേരിൽ കയറി അദ്ദേഹം നടന്നു നീങ്ങി. ഈ സമയം മൃത്യു അന്തകന്റെ മുമ്പിൽ തന്നെ നടന്നു. മിന്നുന്ന പാശങ്ങളും കാലദണ്ഡും ധരിച്ചാണ് മൃത്യു യമന്റെ കൂടെ ഈ യുദ്ധത്തിൽ നടന്നു നീങ്ങുന്നത്. ഇത്രയുമാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ ഒരു ശ്ലോകത്തിൻ്റെ ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ യമനും രാവണനും തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുകയാണ്. എന്നാൽ യുദ്ധത്തിൻ്റെ അവസാനം രാവണൻ കൊല്ലപ്പെടും എന്നൊരു അവസ്ഥ വരുമ്പോൾ ബ്രഹ്മദേവൻ നേരിട്ട് വന്ന് യമനെ തടയുന്നു. ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ ബ്രഹ്മദേവനാണ് വരം കൊടുത്തത് ദേവകളാൽ രാവണന് ഒന്നും സംഭവിക്കുകയില്ലെന്ന്. അതുകൊണ്ട് തന്നെ ബ്രഹ്മദേവൻ വന്ന് രാവണനെ തടയുന്നു. നന്ദി. ചൊല്ലല് നന്നായിരുന്നു, ഒരുവിധം നന്നായിരുന്നു. വലിയ സംഗീതം ഒന്നും ഇല്ലെങ്കിൽ പോലും. പക്ഷേ അതിനകത്തൊരു തെറ്റ് ചെറിയ ഞാൻ ഇവനെ ജയിച്ചിടുവൻ എന്ന അഭിമാനമോർ അങ്ങനെ ഉണ്ടല്ലോ ആ എന്ന് അതവിടെ തെറ്റിയല്ലേ എന്തോ. സേനാവിനാശവും ശത്രുവിജയവും മാനസേ ചിന്തിച്ചു കൽപ്പിച്ചു കാലനും ഞാനിവനെ ജയിച്ചിടുവനെന്നഭിമാനമോടുർവീ സമാനമാം തേരതിൽ സത്വരമേറി നടന്നാനതു കണ്ടു മൃത്യുവും അന്തകൻ മുമ്പേ നടകൊണ്ടാൻ. ഏതായാലും ആ എക്സ്പ്ലനേഷൻ ഇതിന് ശേഷമുള്ള രാവണൻ്റെ ആ ഇതും പറഞ്ഞത് നന്നായി. ഓൾ ദി ബെസ്റ്റ്. കഠോപനിഷത്തിൽ നചികേതസിന് യമധർമ്മരാജാവ് പറഞ്ഞു, യാമസ്യ അപത്യം പുമാൻ യമഹ. നിമിഷത്തിൻ്റെ രാജാവാണ് യമൻ. കാലസ്യ അപത്യം പുമാൻ കാലഹ. കാലത്തിൻ്റെ രാജാവാണ് കാലൻ. അത് സൂര്യപുത്രനാണ്. കാരണം സൂര്യനെ അധികരിച്ചിട്ടാണ് നമ്മൾ സമയം മെഷർ ചെയ്യുന്നത്. ശരി, നന്നായിരുന്നു, എനിക്കിഷ്ടമായി. നമുക്ക് മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സർ. 7 out of 10. 7. ടീം എ നേടിയിരിക്കുന്നത് 21 മാർക്കാണ്. അടുത്തത് ടീം ബിയുടെ കാവ്യമാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. ദേഹമുണ്ടായാൽ ദുഃഖമൊഴിഞ്ഞില്ലതു മൂലം ദേഹമുണ്ടാക വേണ്ട കേവലമെനിക്കുന്നു സർവപ്രാണികളുടെ നേത്രങ്ങൾ തോറും സമീരാത്മകനായി വാണിടാമെന്നു കേട്ട കമലർ
ആശ്വാസത്തിനു നേത്രമിമച്ചുമിഴിക്കെന്നും ആശ്രയാശാദ്യന്മാരും നൽകിനാരനുഗ്രഹം. നിമിതൻ ദേഹം മുനിവരന്മാർ കടഞ്ഞപ്പോൾ അമലൻ മിതി എന്ന നൃപനുമുണ്ടായി വന്നു. ആശയം വിശദീകരിച്ചോളൂ. ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഉത്തരരാമായണം 3-ാം അധ്യായത്തിലേതാണ് പ്രസ്തുത വരികൾ. സീതാ പരിത്യാഗത്തിനു ശേഷം ദുഃഖിതനായ ശ്രീരാമചന്ദ്രനെ ലക്ഷ്മണൻ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് രാജാക്കന്മാർ ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ആപത്ത് വരുമെന്ന വസ്തുത സമർത്ഥിക്കാനായി ശ്രീരാമൻ ലക്ഷ്മണനോട് നിമിരാജാവിൻ്റെ കഥ പറഞ്ഞുകൊടുക്കുന്നു. വസിഷ്ഠ ശാപത്താൽ ദേഹം നഷ്ടപ്പെട്ട നിമിരാജാവിന് ഉർവശിയിൽ പുരൂരവസിൻ്റെ പുത്രനായി ദേഹം നൽകാമെന്ന് ദേവന്മാരും മഹർഷിമാരും പറഞ്ഞപ്പോൾ നിമിരാജാവ് പറയുന്നതാണ് ഈ വാക്കുകൾ. ദേഹമുണ്ടായാൽ തനിക്ക് നിരന്തരം ദുഃഖമുണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് ദേഹമുണ്ടാകണ്ട. മറ്റുള്ള ജീവികളുടെ കണ്ണുകളിൽ വായുരൂപിയായി ഞാൻ വസിച്ചുകൊള്ളാം. ഇതു കേട്ട് അഗ്നി തുടങ്ങിയ ദേവന്മാർ നിമിരാജാവിൻ്റെ മനസ്സ് ആശ്വസിപ്പിക്കാനായി കണ്ണുകൾ ഇമച്ചു മെഴിക്കുക എന്ന് അനുഗ്രഹിക്കുന്നു. തുടർന്ന് മഹർഷിമാർ നിമിരാജാവിൻ്റെ ദേഹം കടഞ്ഞപ്പോൾ മിതി എന്ന രാജാവ് പിറന്നു. എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്ന ഒന്നാണ് ശരീരം. എല്ലാവിധ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമാകുന്നതും അതുതന്നെ. അതുകൊണ്ട് ദേഹത്തിൻ്റെ ഉന്നതിക്കായല്ല, മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഉത്കർഷണത്തിനായാണ് നാം യത്നിക്കേണ്ടതെന്ന് നിമിരാജാവിൻ്റെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ശ്രീകുമാർ സർ, ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ? 8th. 8 രണ്ടുപേരും? ഓ, കാണും പോലെ അല്ല. എന്ത് പാട്ടാ പാടുന്നത്? എന്ത് ചൊല്ലലാണ്? സംഗീതാത്മകമായിട്ട് നല്ല ചൊല്ലലായിരുന്നു. പറഞ്ഞതും അതിഗംഭീരമായിരുന്നു. ഒന്നും പറയാനില്ല. ഗോപാലകൃഷ്ണൻ സർ, നന്നായിട്ട് രണ്ടുപേരും പറയുകയും ചെയ്തു. അത് മാത്രമല്ല, പറയുമ്പോൾ കയ്യിൻ്റെ ബോഡി മൂവ്മെൻ്റ് അതാണ് ഇൻവോൾവ്മെൻ്റ് എന്ന് വെച്ച്. ഇൻവോൾവ്മെൻ്റ് പറയുന്നതിൻ്റെ വരി. വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ട് കാര്യങ്ങൾ പറയാനുള്ളൂ. ആ പാട്ട് പാടി പറഞ്ഞ് ആ കവിത ചൊല്ലിയതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തു. അപ്പോൾ ആ കവിത അത്ര ഉള്ളിൽ ഹൃദയസ്ഥമായത് കൊണ്ടായിരിക്കണം അങ്ങനെ പറയാൻ സാധിച്ചത്. അങ്ങനെ പറയാൻ സാധിച്ചതിൻ്റെ എല്ലാ കൺഗ്രാജുലേഷൻസും പറയുന്നു. 2, അത് വിവരിച്ചപ്പോൾ ഉണ്ടായൊരു കോൺഫിഡൻസ്, എഗെയിൻ അത് നന്നായിട്ട് പറയാൻ സാധിച്ചത് ഒരു ഗുരുത്വമാണ് ലൈഫിൽ. അത് ഈ വേദിയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എത്രയോ, നേരത്തെ സാർ പറഞ്ഞ പോലെ എത്രയോ ആൾക്കാരിത് കാണുകയാണ്. വളരെ ഇംപ്രസീവ് ആയിരുന്നു രണ്ടുപേരും. എക്സലൻറ്റ്. ശ്രീകുമാർ സർ, മാർക്ക് പറയും. 9 out of 10. ഗോപാലകൃഷ്ണൻ സർ, എല്ലാവരും 9 or 10 വരെ കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് 1/4 കൊടുക്കാൻ പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ 8 തരുന്നു. 9 out of 10. ടീം ബി നേടിയിരിക്കുന്നത് 26 മാർക്കാണ്. ഇതോടെ ഇന്നത്തെ ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്തത് രാമായണ നൃത്തശില്പമാണ്. പൗലസ്ത്യനാകിയ വിശ്രവസമ്മുനിൻ
കാലത്തു സേവിക്ക നീ നന്ദനെ, ത്രൈലോക്യ സമ്മതനായൊരു നന്ദനൻ പൗലസ്ത്യ പുത്രനായുണ്ടായി വരുമെന്നാ. സന്താനമാശു ദേഹീതി ദേഹീതിയേ അന്തർമുദാവരിച്ചീടിനാൻ കൈകസി ദാരുണമായൊരു വേളയിപ്പോളതു കാരണമുണ്ടാം പ്രജകളുമെത്രയും ക്രൂരമതികളാം ദുഷ്ടരായേ വരു ഘോരമായൊരു സന്ധ്യ വേളക്കാരണ ഉണ്ടാം നിനക്കൊടുക്കത്തൊരു നന്ദനം കൊണ്ടൽ വർണ്ണനും അതിപ്രിയനാമവൻ ദീർഘാവലോകനമുള്ള ഗുണാലയൻ ദീർഘായുഷ്മാനായി വരുമെന്നു നിർണയം ബദ്ധമോദേന പോയാളവൾ കൈകസി ഗർഭവും പൂർണ്ണമായി വന്നോരനന്തര മർഭകൻ തന്നെയും പെറ്റ നിശാചരി 10 തലയുമിരുപതു കൈകളും എത്രയും ഭീഷണനായി പിറന്നാനവൻ കൊണ്ടൽ നിറം പൂണ്ട നീലശൈലം പോലെ രണ്ടാമതുമുടനുണ്ടായി തന്യനും മൂന്നാമതുണ്ടായതുമൊരു രാക്ഷസി ചാർന്നു ചേർന്നുള്ളവരും തെളിഞ്ഞിടിനാൻ പിന്നെ നാലാമതുണ്ടായാനൊരു പുമാൻ ധന്യനായി ഭാഗവതോത്തമനായടോ നാമം ദശമുഖനും കുംഭകർണനും ശ്രീമാൻ വിഭീഷണനെന്നും വിളിച്ചിതു താതനും ശൂർപ്പണഖേദി ഭഗിനിക്കു പ്രീതി പൂണ്ടിനാർ കൈകസിയും തഥാ നന്നായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഡാൻസിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഡ്രസ്സും എന്താ പറയുക ഒരു ആനച്ചന്ത ഉണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു കാണാൻ. ശരി, എന്താണ് ഇവിടെ ചെയ്തതെന്ന് എനിക്കൊന്ന് വിശദീകരിച്ചു തരാമോ? പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടുവരുന്ന സുമാലിയും കൈകസിയും ഭൂലോകം ചുറ്റി വരുന്നു. അതായിരുന്നു നമ്മൾ ആദ്യം ഇവിടെ അവതരിപ്പിച്ചിരുന്നത്. തുടർന്ന് പുഷ്പക വിമാനത്തിൽ സഞ്ചരിച്ചു വരുന്ന വൈഷ്ണവൻ
തൻ്റെ പിതാവായ വിശ്രവസിനെ വന്ദിച്ച് നമസ്കരിക്കാനായിരുന്നു എത്തിയത്. അത് കാണാനിടയായ സുമാലിയും കൈകസിയും. സുമാലി അത്രയും സുന്ദരനും സൽസ്വഭാവമായ വൈശ്രവനെ അതേപോലൊരു യുവാവിനെ തൻ്റെ പൗത്രനായി വേണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം താൻ തൻ്റെ പുത്രിയായ കൈകസിയോട് പങ്കുവയ്ക്കുന്നു. ആ ആഗ്രഹപ്രകാരം കൈകസി മഹർഷിയെ സമീപിക്കുന്നു. ആ സമീപിക്കുന്ന സമയം സന്ധ്യാവേള ആയതിനാൽ മഹർഷി പറഞ്ഞു തനിക്ക് കൈകസിക്ക് ജനിക്കുന്ന മക്കൾ അസുരന്മാരായിരിക്കുമെന്നും അതിലൊരാൾ വിഷ്ണുഭക്തനായിരിക്കുമെന്നും പറഞ്ഞു. കാലം കടന്നു പോകവേ കൈകസി 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. അതിൽ മൂത്ത പുത്രൻ്റെ നാമം ദശമുഖനെന്നും, രണ്ടാമത്തെ പുത്രൻ്റെ നാമം കുംഭകർണൻ എന്നും, മൂന്നാമത്തെ പുത്രിയുടെ നാമം ശൂർപ്പണക എന്നും, 4ാമത്തെ പുത്രൻ്റെ നാമം വിഭീഷണൻ എന്നും നൽകുന്നു. മക്കൾ ജനിച്ച ആ ഒരു സന്തോഷവേള ആയതിനാൽ നമ്മൾ പുഷ്പങ്ങൾ കൊണ്ട് ഒരു നൃത്തം അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതിനാൽ കൈകസി മറ്റുള്ളവരോട് ശബ്ദം വയ്ക്കാതിരിക്കാനും ആവശ്യപ്പെടുന്നു. അതിലൂടെ ഞങ്ങളുടെ നൃത്തശില്പം അവസാനിപ്പിച്ചിരുന്നു. നമുക്ക് പരിചയപ്പെടാം. പേര് പറയുമോളൂ. എൻ്റെ പേര് വർഷ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് നിർമ്മയി, ഞാനും 8ൽ പഠിക്കുന്നു. എൻ്റെ പേര് ദയ, ഞാനും 8ൽ പഠിക്കുന്നു. എൻ്റെ പേര് കാർത്തിക, ഞാൻ 9th പഠിക്കുന്നു. അനുഗ്രഹ മനോജ്, +1 പഠിക്കുന്നു. എൻ്റെ പേര് അഖില സൂര്യകുമാർ, ഞാൻ 9th പഠിക്കുന്നു. എൻ്റെ പേര് പൂർണ്ണ, ഞാൻ +1 പഠിക്കുന്നു. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. താര മാം. നിത്യയോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഒരു ആനച്ചന്തം അതുണ്ടായിരുന്നു അവരുടെ. നല്ല അസല കോസ്റ്റ്യൂം, നല്ല ആക്സസറീസ്, നല്ല കോൺസെപ്റ്റാണ്. ഈ കൊറിയോഗ്രാഫർ ഒരു പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട്. പ്രത്യേക കയ്യടി. ആരാണത് കാണാൻ പറ്റുമോ? വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ് കേട്ടോ, നന്നായിരുന്നു ടീച്ചർ. ഈ അമ്മ കുഞ്ഞിനെ ഉറക്കുമ്പോൾ പൂക്കളുടെ ഇടയിലൂടെ കാണിച്ചതൊക്കെ അതൊരു ഭയങ്കര ആ ഒരു എന്താ പറയുക, ഒരു സെറീനായിരുന്നു, വളരെ നന്നായിരുന്നു അത്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഡാൻസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് താളമാണെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികളായതിൻ്റെ ആയിരിക്കാം, പക്ഷേ നമ്മൾ ഈ പാട്ട് കേട്ടുകൊണ്ട് കളിക്കുമ്പോൾ ആ താളത്തിൽ സിങ്ക് ചെയ്ത് കളിക്കുക എന്ന് പറഞ്ഞത് അത് വേറൊരു കലയാണത്, വേറൊരു ട്രെയിനിങ് തന്നെ ആവശ്യമാണ്. അപ്പോൾ ഈ കുറച്ച് ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പം മ്യൂസിക് നല്ല പോലെ കേട്ട് ആ താളത്തിൽ ചെയ്യാൻ ഇവരെ ശീലിപ്പിച്ച് കുറച്ചുകൂടെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് വരി ശ്രുതി മാത ലയ പിത എന്ന് പറയും. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ, ശ്രുതിയും താളവും എന്ന് പറയുന്നത്. അപ്പോൾ ആ താളം നിങ്ങൾക്ക് പിഴയ്ക്കാതിരിക്കട്ടെ. ചുവടുകൾ മാത്രമല്ല, ജീവിതത്തിലും അങ്ങനെ ആവട്ടെ. ആശംസ. നന്നായിരുന്നു. പ്രത്യേകിച്ച് അതിനകത്ത് ഉപയോഗിച്ച രാമായണത്തിലെ വരികൾ താളത്തിൽ എടുത്തത് വളരെ ഭംഗിയായിരുന്നു. അതിനകത്തുള്ള ആ സന്ധ്യാവേള എന്നുള്ള വാക്ക് മാത്രം ഒന്ന് സന്ധ്യാവേളയായിപ്പോയതേ ഉള്ളൂ. സന്ധ്യാവേള ഒരു നീട്ട് വന്നില്ല. വളരെ ഭംഗിയായിരുന്നു ആ ഒരു വരികൾ എടുത്തത്. നിങ്ങളുടെ ഫോർമേഷൻസ് ഒക്കെ വളരെ രസമായിരുന്നു കാണാൻ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താളവും ലയവും ഒന്നും വലുതായിട്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ല. വളരെ നന്നായിരുന്നു. നമുക്ക് മാർക്സിലോട്ട് പോവാം. താര മാം. 15. 15. ശ്രീകുമാർ സർ. 15. അമൃത വിദ്യാലയം ഇടപ്പള്ളി നേടിയിരിക്കുന്നത് 45 മാർക്കാണ്. ഈ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.